ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ താജ്മഹൽ കാണാൻ പോയി. താജ്മഹലിലേക്കുള്ള കവാടമാണ് ഈ കാണുന്നത്. ഈ കവാടം മുഴുവനായും പുഷ്പങ്ങളാൽ അലങ്കൃതമാണ്. പലതരത്തിലുള്ള ചെടികൾ അവിടെ നട്ടുവെച്ചിട്ടുണ്ട്. അതിലെല്ലാം പൂവുകളുമുണ്ട്. ഇത്രയും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കവാടം ഞാൻ ആദ്യമായി കാണുകയാണ്. എന്തെല്ലാം തരത്തിലുള്ള പൂക്കളാണ് അവിടെയുള്ളത്. പൂക്കളിൻ്റെ പേരുകളൊന്നും ചോദിക്കാൻ അവിടെ വേറെ ആരുമില്ല. അതുകൊണ്ട് ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെ നടന്നു. അവിടെ സെക്യൂരിറ്റി ജീവനക്കാരല്ലാതെ മറ്റാരെയും അവിടെ കാണാൻ കഴിയില്ല. ഇതെല്ലാം ആ കവാടത്തിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ എടുത്ത വീഡിയോയിൽ ഉള്ളതാണ്. ചുറ്റിലും കുറേ മരങ്ങളും, ആ മരങ്ങൾക്കപ്പുറത്ത് മുംതാസിനെ നേരത്തെ കബറടക്കിയ സ്ഥലം ആ മരങ്ങളുടെ പുറകുവശമായിരുന്നു. ഗൈഡ് പറഞ്ഞത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുന്തോറും ഒരുപാട് ചെടികൾ, പലതരത്തിലുള്ള മരങ്ങൾ, പൂവുകൾ, ഒത്തിരി പേരെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഒരിക്കൽ മാത്രമല്ലേ ഇവിടെയൊക്കെ പോകാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് പോയ സമയത്ത് നിറയെ ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തു. ഇതാണ് നമ്മൾ കാണാൻ പോയ താജ്മഹൽ. മുഴുവനായും മാർബിളാണ്. മാർബിളിൽ പച്ചക്കല്ലും ചുവന്ന കല്ലുകൾ കൊണ്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നു. തൊട്ടടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം. അതിലൊന്ന് തൊടാനും അതിൽ മുഖമൊന്ന് ചേർത്ത് പിടിക്കാനും എനിക്ക് സാധിച്ചു. നേരെ എതിർവശത്തുള്ള കുളമാണിത്. ആ കുളത്തിൽ താജ്മഹലിൻ്റെ പ്രതിബിംബമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ക്യാമറ കൊടുത്തപ്പോൾ കിട്ടിയ സീനാണ് ഇത്. നിന്നാലും കുഴപ്പമില്ല. ഇവിടെ തന്നെ ഒരുപാട് സമയം നമുക്ക് ചുറ്റിക്കാണാനുണ്ട് കേട്ടോ. നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂറോളം എടുത്തു ഇതിനകത്ത് കുറച്ച് സ്ഥലങ്ങൾ തന്നെ ഒന്ന് ചുറ്റിയെടുക്കാൻ. നമ്മൾ രാവിലെ പോയിട്ട് വൈകിട്ട് വരെ നിന്നാലും നമുക്കവിടെ നിറങ്ങി വരാൻ പറ്റാത്ത വിധം കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെയുള്ളത്. എന്താ പറയുക, അവിടെ നേരിൽ പോയി കാണണമെന്ന് വർഷങ്ങളോളമായിരുന്ന എൻ്റെ ആഗ്രഹം സാധിച്ചു. എൻ്റെ മകൾ എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നു. ഇതിൽ പരം എന്ത് തരും. ഈ വെള്ളത്തിൽ മീനുണ്ട് കേട്ടോ. നമുക്ക് പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല, കാണാൻ പറ്റി. കുറേ മീനുകളും ഉണ്ട് ഇതിനകത്ത്. ഈ മീനുകളെല്ലാം സ്ഥിര താമസക്കാരായി ഇവിടുത്തെ. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ താജ്മഹലിൻ്റെ കവാടത്തിൻ്റെ ഭാഗം ഇങ്ങനെയാണ്. വർഷങ്ങളോളമായതുകൊണ്ട് അടിവശത്ത് ചിലതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും ആരും ഇറങ്ങിയിട്ടില്ല. എല്ലാം മാർബിളാണ്. ഇത് കാണണമെങ്കിൽ ഇവിടെ തന്നെ പോകണം. എപ്പോഴെങ്കിലും ഡൽഹിയിൽ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കൽ, ഒരു തവണ മാത്രം താജ്മഹൽ കാണാൻ പോകൂട്ടോ. മുംതാസിന് വേണ്ടി ഷാജഹാൻ പണി കഴിപ്പിച്ചതാണെന്ന് പറയുന്നെങ്കിലും മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും ശവകുടീരം ഇതിനകത്താണ് ഇരിക്കുന്നത്. അതിനകത്ത് കയറുമ്പോൾ നമ്മുടെ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ചെരുപ്പ് പുറത്തെല്ലാം ചവിട്ടിയിട്ടാണല്ലോ നമ്മൾ അവിടെ കയറി വരുന്നത്. അതിൽ പലതരം മണ്ണുകളുണ്ടാകും. അതവിടെ വീഴാതിരിക്കാൻ, പോറലേൽക്കാതിരിക്കാൻ അവർ തരുന്നൊരു ചെരുപ്പാണ് ഈ ബ്ലൂ കളറിൽ കാലിലിട്ടിരിക്കുന്നത്. നമ്മുടെ ചെരുപ്പ് അവിടെ സൂക്ഷിക്കുക. അതിനുശേഷം നമ്മൾ ഈ ചെരുപ്പിട്ടിട്ട് അകത്ത് പ്രവേശിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പിൻ്റെ കവർ ചെയ്തുകൊണ്ട് ഇത് അതെല്ലാം കൊടുക്കുന്ന ഇടം അവിടെ നമുക്ക് ആരോ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും കുറേ പൂക്കളും കുറേ ഭംഗിയുള്ള മരങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഇതിനെ ചുറ്റിലും കാണാം. പച്ചയും ചുവപ്പും കല്ലുകൾ, ഒറിജിനൽ കല്ലുകളാണവ. എന്തൊരു ഭംഗി. വീണ്ടും ഈ കവാടത്തിന് ചുറ്റും വന്ന് ഒരിക്കൽ കൂടി ആ ഫോട്ടോസുകൾ തന്നെ എടുത്തു. തിരിച്ചു വരുന്ന സമയത്ത് അതിനകത്തിരിക്കുന്ന ശവകുടീരത്തിൽ നമുക്ക് തൊടാൻ പറ്റില്ല. അവിടെ ഖബർസ്ഥാനുണ്ട്. അകത്ത്
2 പേരുടെയും ഖബർസ്ഥാനുണ്ട് അടുത്തടുത്തായിട്ട്. അതിൽ നമുക്ക് തൊടാൻ പറ്റില്ല. അതിന് ചുറ്റും സുരക്ഷിത വലയമുണ്ട്. അവിടെ 1-2 പേര് നിൽപ്പുണ്ട്. അവരോടത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്താണ് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ അവിടെ അതിനകത്ത് ആളുണ്ട്. പുറത്തുള്ളത് നമുക്ക് കാണാനുള്ളതല്ലേ, അകത്തുള്ളതാണല്ലോ നമുക്ക് എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസയോടുകൂടി പോയിരിക്കുന്നത്. അങ്ങനെ അത് കണ്ടു തിരിച്ചു വന്നു. കുറേ കാലത്തേക്കുള്ള ഓർമ്മകളാണിതെല്ലാം. ഡൽഹിയിൽ ജോലിയുള്ളവരോ ഡൽഹിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോഴും ഒരിക്കലെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയിൽ നടക്കുന്നത് എന്താണ്, ഇന്ത്യയെപ്പറ്റി നമ്മൾ അറിയണം. ഡൽഹിയിൽ പോയാൽ ഇതെല്ലാം ഒന്ന് കയറി കാണുക ഒരു തവണത്തേക്കെങ്കിലും. അതിനുശേഷം നമ്മൾ ഇന്ത്യ ഗേറ്റ്, രാഷ്ട്രപതി ഭവൻ, പിന്നെ ലോട്ടസ് ടെമ്പിൾ എല്ലാം പോയിട്ടുണ്ട്. അതെല്ലാം വേറെ വേറെ വീഡിയോയിലുണ്ട്. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും അത് ഒന്നുകൂടി തലകീഴായി നിൽക്കുന്ന അതിൻ്റെ പ്രതിരൂപം, താജ്മഹലിൻ്റെ പ്രതിരൂപം ആ കുളത്തിൽ കാണുന്നത് വീണ്ടും എടുത്തു വെച്ചിരിക്കുകയാണ്. അവിടെ ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് പേരുണ്ടായി. പല ദൂര സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ് കൂടുതലായും ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അവിടെ കുറച്ച് സമയം കൂടി ചെലവഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. ഞാനും അതുപോലെ കുറച്ചുകൂടെ സമയം നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നാഗ്രഹിച്ചു. അവിടെ പോയാൽ തിരിച്ചിറങ്ങി വരാൻ മനസ്സനുവദിക്കില്ല. ഇറങ്ങാൻ തിരിഞ്ഞു വന്നാലും നമ്മളെ അങ്ങോട്ട് തന്നെ ആകർഷിക്കുന്ന എന്തോ പ്രത്യേക ശക്തി അവിടെയുണ്ട്. നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഷാജഹാനെയും ഔറംഗസീബിനെയും കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഒത്തിരി സന്തോഷത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവരും കണ്ട അഭിപ്രായം പറയണം, ഷെയർ ചെയ്യണം.